പൊന്നുമടീസ് ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്തു. ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. കനത്ത ചൂടിന് ആശ്വാസമായിട്ട് കണ്ണൂർ ഇന്നലെ ആകട്ടോ ആദ്യത്തെ മഴ പെയ്തത്. ഞങ്ങൾ ആ മഴയത്ത് ഇങ്ങനെ വെളിയിലിരുന്ന് 2 മാങ്ങ ഒക്കെ പുളി കഴിക്കുവാണ്. ഇക്ക വെളിയിൽ നല്ല പണിയായിരുന്നു കേട്ടോ. മഴയത്ത് നമ്മുടെ വീട് കുറച്ച് പൊക്കപ്പുറത്തായതുകൊണ്ട് വീടിൻ്റെ മുറ്റത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം താഴേക്ക് പോകുന്ന രീതിയിലേക്ക് ഒന്ന് റെഡിയാക്കി വെക്കുമായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴയായിരുന്നു, അടിപൊളി മഴയായിരുന്നു കേട്ടോ കിട്ടിയത്. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ഒരു മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇവിടെ കണ്ണൂരുകാർ. പിന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവർ ഭയങ്കര കളിയിലാണ്. മഴ പെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ചൂടാന്നും പറഞ്ഞ് കരണ്ടും പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് മഴയുള്ള സമയമായിരുന്നു ഏറ്റവും ഇഷ്ടം. അതെന്താണെന്നറിയില്ല. വെളിയിലിങ്ങനെ വന്ന് ഇരിക്കാനും മഴ കാണാനും ഒക്കെ പ്രത്യേക ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആദിക്കുട്ടി അയിമൊക്കെ ഭയങ്കര കളിയ്. അവർക്ക് ടി വി കാണണ്ട, ഫോൺ കാണണ്ട, അടിയുണ്ടാക്കണ്ട. അവർ വെളിയിലിരുന്ന് നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക പള്ളിയിൽ പോയേ ആ സമയത്ത് ഞാൻ അപ്പത്തിന് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കി അല്ലെങ്കിൽ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാവിലത്തെ അപ്പത്തിൻ്റെ മാവാണ്. പക്ഷേ ആ മാവിന് യാതൊരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ആ രീതിയിലാണ് അരയ്ക്കുന്നത്. അതിൻ്റെ അരയ്ക്കുന്ന വീഡിയോ ഞാൻ ഇനി ഒരു പ്രാവശ്യം ഇടാവേ. അപ്പോൾ ഇക്ക വരുന്നതിന് മുമ്പ് ഞാൻ അപ്പം എല്ലാം ചുട്ട് വെക്കുന്നുണ്ട്. കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കഴിക്കാമല്ലോ. പിന്നെ കറണ്ട് പോയാൽ പാടല്ലേ എന്ന് വിചാരിച്ചു. അതുപോലെ മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു കറണ്ട് കാണത്തില്ലെന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയത്തും കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഉള്ള് സോഫ്റ്റായിട്ടും സൈഡ് ക്രിസ്പി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് യാതൊരു പുളിപ്പും ഇല്ല കേട്ടോ. ഇന്നലത്തെ മാവാന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. യാതൊരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അപ്പം തന്നെയായിരുന്നു കേട്ടോ. ഇന്നലത്തെക്കാളും ടേസ്റ്റ് ഇന്നുണ്ടാക്കുമ്പോഴാണ് ഈ മാവിന്. പിന്നെ ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതും ചൂടാക്കി. ഇന്ന് ഉച്ചയ്ക്ക് മത്തിക്കറിയാണ് വെച്ചത്. നല്ല മാങ്ങ ഒക്കെ ഇട്ട് ആ കറിയും ചൂടാക്കി വെച്ചേ. പിന്നെ മഴയൊന്ന് കുറച്ച് കുറഞ്ഞപ്പോഴത്തേനും അതുകൂട്ടി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റി. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. നല്ല ചൂട് 2 അപ്പവും കുറച്ച് കടലക്കറിയും കുറച്ച് മത്തിക്കറിയും കൂടെ എടുത്ത് കുറച്ച് സവാള അരിഞ്ഞിട്ട് ഞാൻ കഴിക്കാനിരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സവാള വേണം കേട്ടോ, എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും. ഇക്കായ്ക്ക് ഭയങ്കര പ്രധാനമാണ് സവാള കഴിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇക്കാടെ കൂടെ കൂടിയിട്ട് ഒരു സവാള പ്രാന്തിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കും ഇപ്പോൾ എന്ത് കഴിച്ചാലും ഒരു സലാഡ്, സവാളയും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുവേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ. പിന്നെ വിശപ്പ് മാറാത്തതുകൊണ്ട് ഒരു 10 മണിയായപ്പോൾ ഒരു മാംഗോ ഷേക്കും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം.